അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കാരുണ്യമാകുന്ന മഴ നമുക്ക് ഇറക്കി അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. വളരെ ചൂട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് നാം എല്ലാവരും വീടുകളിലും മറ്റുമായി താമസിക്കുന്നത്. പുറത്തേക്കിറങ്ങിയാൽ ചൂട് സഹിക്കവയ്യാതെ നമ്മൾ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരു വലിയ വിഷമകരമായ അവസ്ഥയിലൂടെയാണ്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുക തന്നെ വേണം. അതിന് നമ്മൾ ദുആ ചെയ്യണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ചിലപ്പോൾ നമ്മൾ ദുആ കഴിയുന്നതിന് മുമ്പ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ദുആ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് കിട്ടും. ചിലപ്പോൾ ദിവസങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മഴയ്ക്ക് ഒരു സാധ്യതയുമില്ലാത്ത ഒരു വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, മഴയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. വളരെ പ്രയാസത്തിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. നബി ദുആ ചെയ്തു. ശക്തമായ മഴ. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ആ ദിവസം മേഘത്തിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും നോക്കിയപ്പോൾ മഴയുടെ ഒരു അടയാളവും ഞങ്ങൾ കണ്ടിരുന്നില്ല. മഴ പെയ്യാനുള്ള ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നബിയുടെ ദുആ കൊണ്ട് മഴ പെയ്തു. 6 ദിവസം ആ മഴ തുടർന്നു. അടുത്ത വെള്ളിയാഴ്ചയും ആ മനുഷ്യൻ വന്ന് പറഞ്ഞു, നബിയെ, വെള്ളം ആവശ്യത്തിനേക്കാൾ ഏറെയായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മഴ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന ശക്തമായ മഴ പെട്ടെന്ന് നിൽക്കുകയും ഭൂമിയും ആകാശവുമൊക്കെ പെട്ടെന്ന് മാറുകയും ചെയ്തു. മഴയില്ലാത്ത രൂപത്തിലേക്കാവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തോ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ ദുആ ചെയ്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മഴയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. അള്ളാഹുവേ, നിൻ്റെ കാരുണ്യമാകുന്ന മഴ നീ ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമേ. നിൻ്റെ കരുണ ഞങ്ങൾക്ക് നീ ചെരിയണേ. നിങ്ങളെ പ്രയാസപ്പെടുത്തരുതേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷികളും ഞങ്ങളുടെ മൃഗങ്ങളും അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ അടുത്ത നാട്ടിലും നീ മഴ വർഷിപ്പിക്കണമേ. ഞങ്ങളെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ മഴ നൽകണമേ എന്നൊക്കെ നമുക്ക് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ചുകൊണ്ട് മിമ്പറിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തത് ചെറിയ ദുആയാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുമ്മ അഗ്സിന. 3 പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അത് ഏറ്റവും എളുപ്പമുള്ളതാണല്ലോ. എന്നാൽ അതുപോലെ തന്നെ അല്ലാഹുമ്മ അഗ്സിന എന്ന് പറയുന്ന ദുആ പോലെ തന്നെ മറ്റൊരു ദുആയാണ് അല്ലാഹുമ്മ സ്ഖി ഇബാദക വ ബഹായിമക വൻസുർ റഹ്മതക വ അഖി ബലദകൽ മയ്യിത്ത്. ഇങ്ങനെയുള്ള ദുആകൾ നമ്മൾ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നതിൻ്റെ തെളിവ് തന്നെയാണ് നമ്മുടെ മുൻകാലങ്ങളിൽ മഹാന്മാർ ദുആ ചെയ്തപ്പോൾ മഴ വർഷിച്ചത്. നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ഉമ്മമാർ ദുആ ചെയ്തപ്പോൾ മഴ വർഷിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന മഴ നമുക്ക് നൽകി നമ്മെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ.